അഞ്ചു ഇന്നെന്താ സ്പെഷ്യൽ? എന്താണ് സൺഡേ ആയിട്ട്? ബീഫും ചിക്കനും. ഇതാണ് നമ്മുടെ ഭാര്യ വീട്ടിലെ അടുക്കള കേട്ടോ. അപ്പം അഞ്ചൂന്ന് ചിക്കൻ എന്താ ചിക്കൻ 100 രൂപയ്ക്ക് ചിക്കൻ പഠിച്ചല്ലോ ഞങ്ങൾ. 100 രൂപയ്ക്ക് ഉണ്ടല്ലേ? 100 രൂപയ്ക്ക് 4 കഷ്ണം. ചിക്കൻ വറുത്തൊക്കെ കഴിക്കണോ? ഓ എന്റെ പടച്ച തമ്പുരാനേ. നല്ല ടേസ്റ്റാ. അല്ല മച്ചാൻ വരാൻ കണ്ടില്ലേ? കാലത്ത് ഇതാ പരിപാടി, അഞ്ചുവിൻ്റെ പരിപാടി. ഇനി നമുക്ക് ബീഫ് ഉണ്ടാക്കണമെന്ന് കാണാട്ടോ. നമുക്ക് ബീഫും ചിക്കനൊക്കെ ഓക്കെ. അല്ല മച്ചാൻ വരെ. അപ്പോൾ നമ്മൾ ഇതാ 2 സവോള, 1 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, സവോള കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നല്ല, ചിക്കനിക്ക് വേണം മറ്റേ 2 സവോള കൂടുതലെടുത്തു. സവോള 2 ഓക്കെ. ഇതാ അതിന് ശേഷം എന്താ നമ്മുടെ തക്കാളി എത്തിൻ്റെ തക്കാളി കുട്ടാൻ. നമ്മൾ ബീഫിനും ചിക്കനും വേണ്ട ഉള്ളി തോലി കളയാം കേട്ടോ. ഉള്ളി അരിയാൻ പോട്ടോ. ഉള്ളി ഇതിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇട്ടുണ്ടേ. ചിക്കനിക്കാണോ? ഇതൊക്കെ ചിക്കനിക്കാണ് അല്ലേ? അപ്പോൾ ബീഫിൻ്റെ കാര്യം? അപ്പോൾ ഇത് നന്നായി മിക്സ് ആക്കണം അല്ലേ? ചിക്കനിക്കാണെങ്കിൽ ബീഫിക്ക് ഇങ്ങനെ തന്നെയാ? അല്ല അല്ലേ? വേറെ ആണല്ലേ? ആയിക്കോട്ടെ. ഈ ചിക്കൻ ഇട്ടിട്ട് ഇത് നന്നായി മിക്സ് ആക്കണം ആണല്ലേ? ആയിക്കോട്ടെ. തീ കത്തിച്ചു അല്ലേ? കുക്കറിലാണ് ബീഫ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇതാ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണ്? അത് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചത്. ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചാണ് കേട്ടോ. മഞ്ഞപ്പൊടി കളിക്കിൻ്റെ ബീഫ് കൂട്ടാൻ. ബീഫ് ഇങ്ങനെ വന്ന് വെള്ളം മറ്റേ ചോര വാരാൻ വെച്ചാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ ഉണ്ടല്ലോ ചോര വാരാൻ വെച്ചാണ്, വെള്ളം വരാൻ. അതെ. ഇത് ചിക്കൻ പടി ഉണ്ട് കേട്ടോ. വേറെ ചിക്കൻ അതിലിപ്പോ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കേട്ടോ. പിന്നെന്താ പറഞ്ഞ ഉലുവയാണല്ലേ? ഉലുവ കേട്ടോ. അപ്പൊ കായ്സ് ഉലുവ ഇട്ട് നമ്മള് ഉലുവ പൊട്ടിയ ശേഷം നമ്മൾ സവാള ഇടുന്നു. നമുക്കിതിരി സവാള ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാ മതിയേ? കുറച്ചും കൂടി മതി. ഓക്കെ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉള്ളി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു പിഞ്ചോ ഉപ്പ് ഇട്ടാൽ ഉള്ളി വേഗം വാടിക്കോളും. ഏകദേശം അപ്പം നമ്മൾ ഏകദേശം ഉപ്പിടും കിട്ടും. ഉപ്പിട്ടിട്ട് ഉള്ളിൽ നിന്ന് മാറ്റാനാണ്. ഉപ്പിട്ടല്ലോ. ശേഷം മഞ്ഞപ്പൊടി ഉണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കണ്ടേ? കുറച്ചും കൂടി ഇടാനാ? പോരാ പോലെ. ഇപ്പോൾ കുറച്ചും കൂടി ഉണ്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടാൽ. അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. മഞ്ഞപ്പൊടി അങ്ങോട്ട് പിടിക്കട്ടെ അങ്ങോട്ട്. ഉണ്ടല്ലേ? ഉള്ളി ഇങ്ങനെ ചുരുണ്ട് വരാൻ തുടങ്ങി. ഉള്ളി വാടി വന്ന ശേഷം നമ്മൾ അടുത്ത ഘട്ടം നമ്മൾ തക്കാളി വയ്ക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഇടണം കേട്ടോ. തക്കാളി ഉള്ളി വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി തക്കാളി ഇട്ട് നമുക്ക് നന്നായിട്ട് തക്കാളിയും കൂടി അങ്ങോട്ട് വാട്ടിയെടുക്കാം നന്നായിട്ട്. നമ്മൾ മസാല ഇടാം കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, കുരുമുളക്, ചെറിയ ഉള്ളി എല്ലാം കൂടി നമ്മൾ മിക്സ് ആക്കിയിട്ട് അരച്ചാണ്, പേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളകും കേട്ടോ. പിടിക്കുന്ന മസാല അതിനുള്ളിൽ പിടിക്കണമല്ല, പേസ്റ്റ് ആക്കിയിട്ട്. എരിവിൻ്റെ എന്താണ് ടേസ്റ്റും. അത് മല്ലിയല്ലേ? മല്ലിപ്പാത്രം കഴിഞ്ഞു. അപ്പം മല്ലിപ്പൊടി കഴിഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയാണ്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ട ശേഷം മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയാണ്ട് മസാല അങ്ങോട്ട് പിടിക്കണേ കൊടുക്കും. മസാല പിടിച്ചാലേ ബീഫ് ഉഷാറാകും. ബീഫിൽ മസാല ഒന്നും ഇട്ടില്ല. ബീഫ് അങ്ങനെ തന്നെ ഇടണം കേട്ടോ. നമ്മൾ നേരത്തെ കുക്കറിൽ മറ്റേ കഴുകില്ലേ മസാല പിടിക്കണം. നന്നായിട്ട് മസാല പിടിക്കുക തന്നെ വേണം. മറ്റേ അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിരിച്ചും മറിച്ചും നന്നായിട്ട് ഇളകി അങ്ങോട്ട് മസാലയൊക്കെ അങ്ങോട്ട് മസാല കുട്ടന്മാരൊക്കെ അങ്ങോട്ട്
വീട്ടിക്കട്ടെ അങ്ങോട്ട് അതിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ബീഫിലേക്ക് കേട്ടോ. കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി അല്ലേ? ആ എന്നിട്ട് നല്ലോണം അടച്ചു വെക്കാം. എന്നിട്ട് നന്നായി അടച്ചു വെക്കാം അല്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് കുറേ ഉണ്ടല്ലേ ചോറ് അഞ്ചു? ചോറ് കുറച്ചോ കേട്ടോ. ചിക്കൻ കറി ഉണ്ടല്ലോ. ചിക്കൻ കറി വേണ്ട. ചിക്കൻ കറി ഒരു പാളി ചിക്കൻ കറി വേണ്ട, നമുക്ക് ബീഫ്. അപ്പോൾ നമ്മുടെ ബീഫ് ആയിട്ടാ ഗൈസ്. എല്ലാവരും ബീഫിന്റെ ബാക്കി വീഡിയോ നിർത്താൻ കഴിഞ്ഞില്ല. എല്ലാവരും ലാസ്റ്റ് വീഡിയോ നിർക്കാൻ കഴിഞ്ഞാൽ എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ ബീഫായിട്ട് കഴിച്ചു നോക്കി നമുക്ക് എങ്ങനെ എന്താണെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ചമ്മന്തിയും ബീഫും. സാമ്പാർ വേണോ? സാമ്പാർ മേലെ കുറച്ച് വയ്ക്കാം. കഷ്ണം വേണ്ട, വെള്ളം മതി കേട്ടോ. മുരിങ്ങക്കായ എനിക്ക് തന്നാ മതിയേ. ഈ വേണ്ട. ഓക്കെ, അപ്പോൾ അത് കഴിച്ചോട്ടെ. അല്ല വെച്ചാൽ പറയാം. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. ലേശം ബീഫും കഴിച്ചു നോക്കാം, ലേശം ചമ്മന്തിയും കഴിച്ചു നോക്കാം അല്ലേ? ചോറ് പാത്രം കൈ പിടിക്ക് കാണില്ല.